പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. സദ്യയ്ക്ക് വേണ്ട ബാക്കി വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഒരു കുളിയും കൂടെ പാസ്സാക്കി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അമ്മു. അങ്ങനെ നമ്മുടെ സദ്യ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇലയിട്ട് ഞങ്ങൾ സദ്യ വിളമ്പുവാണ്. തിരുവോണത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഉണ്ണേട്ടൻ്റെ ചേച്ചിയും മകനും കൂടെ വന്നിട്ടുണ്ട്. അവരും ഇന്ന് നമ്മുടെ കൂടെയാണ് സദ്യ കഴിക്കുന്നത്. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ സ്പെഷ്യലായിട്ട് ഇന്ന് കപ്പയും ബീഫും മീൻകറിയും എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന്. അതിന്ന് വൈകിട്ടത്തേക്കാണ് എടുക്കുന്നത്. കാരണം ചേട്ടൻ ഇന്ന് വൈകിട്ടേ വരത്തുള്ളൂ. ഞാനൊരുക്കിയ സദ്യയുടെ വിഭവങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. ചിപ്സ്, ശർക്കര വരട്ടി, ചീട, ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, പാവയ്ക്ക അച്ചാറ്, ഈന്തപ്പഴം അച്ചാറ്, പിന്നെ ക്യാബേജ് തോരൻ, അവിയൽ, കൂട്ടുകറി, പച്ചടി, സാമ്പാർ, രസം, മോര്, പിന്നെ പപ്പടവും പഴവും പാലട പായസവും ഉണ്ടായിരുന്നു. ഇത്രയും വിഭവങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇനി സദ്യ കഴിക്കാമല്ലേ? അപ്പോൾ ഈ സദ്യയും കൂടെ കഴിച്ചിട്ട് വേണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടുത്തുള്ള പാടശേഖരത്തിലോട്ട് പോകാൻ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ആ വീഡിയോ കൂടെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ.